അപ്പോൾ നമ്മുടെ Q&A സെഷൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർ, അതേപോലെ വേറൊരു കുട്ടീൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കിപ്പോൾ 1 ഇയറിൻ്റെ കോഴ്സാണല്ലോ. അപ്പോൾ നമ്മളൊരു ഓഫ്ലൈൻ ക്യാമ്പസ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ഇയർ കോഴ്സാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു 6 മന്ത് കോഴ്സിലാണല്ലോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എൻട്രി ത്രൂ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 6 മന്താണ്. അതിൽ കുട്ടികളുടെ എല്ലാ ടോപ്പിക്കും അല്ലെങ്കിൽ എല്ലാ ക്ലാസ്സസും കവറപ്പ് ചെയ്യുമോ, അത് തീരുമോ എന്നുള്ളൊരു സംശയവും കുട്ടികൾ ചോദിക്കുന്നുണ്ട്. 100%. ഇപ്പോൾ സാധാരണ നമുക്കൊക്കെ അറിയാം, ഒരു സ്കൂളിൽ നമ്മൾ ഒരു വർഷത്തെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ സ്വാഭാവികമായും 8 മാസമോ 7 മാസമോ ക്ലാസ് നടക്കാറുള്ളൂ. അവിടെ 2 മാസം വെക്കേഷനായി പോകും, മറ്റു പല ലീവുകളായിട്ട് പോകും. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഒരു ദിവസം പോലും അവധിയില്ലാതെ തുടർച്ചയായിട്ടുള്ള ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഓഫ്ലൈനിൽ പോയി കിട്ടുന്ന അതേ കണ്ടന്റ് തന്നെ അതിനേക്കാൾ ഒന്നും കൂടി മെച്ചപ്പെട്ട് നമുക്കിവിടെ കവർ ചെയ്യാൻ സാധിക്കും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ. ഓക്കെ സർ, താങ്ക് യു. അതേപോലെ നമ്മൾ ഈ എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. പലരും ചോദിക്കുന്നുണ്ട്, ഓൺലൈൻ ത്രൂ ആകുമ്പോൾ നമുക്ക് കോപ്പി അടിക്കാം അല്ലെങ്കിൽ എന്തും എഴുതി വെച്ച് രക്ഷപ്പെടാമല്ലോ, അതിന് വാല്യൂ ഉണ്ടോ എന്നുള്ളത്. അപ്പം നമ്മുടെ ഈ ഒരു സീഡ് ത്രൂ നമ്മൾ ഈ എക്സാം എഴുതുമ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സിങ്, ആ വേ ഒന്ന് കുട്ടികൾക്കൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് എക്സാം നടത്തുന്നത് Zoom പ്ലാറ്റ്ഫോമിലൂടെയാണ്. അപ്പോൾ ലൈവായിട്ട് നമ്മുടെ ഇൻവിജിലേറ്റർമാർ ഓരോ ആളുകളുടെയും കൃത്യമായി വീക്ഷിച്ചുകൊണ്ടാണ് എക്സാം നടത്തുന്നത്. അത് മാത്രമല്ല, നമുക്ക് ഈ എക്സാം കംപ്ലീറ്റ് റെക്കോർഡഡ് ആണ്. ഓൾറെഡി ഓരോ ആളും എക്സാം എഴുതുന്നത് കൃത്യമായി റെക്കോർഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്, ഇതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി അഥവാ സുതാര്യത ഉറപ്പുവരുത്താൻ വേണ്ടി നിങ്ങൾ മാൽ പ്രാക്ടീസുകൾക്ക് വിധേയമായാൽ വിത്തൗട്ട് എനി നോട്ടീസ് നിങ്ങളുടെ എക്സാം നമ്മൾ എന്ത് ചെയ്യും, റദ്ദ് ചെയ്യും. അപ്പോൾ ഉടനെ തന്നെ എക്സാം നടത്തിയ സ്ഥലത്തെ ആ റെക്കോർഡ് പരിശോധിച്ചിട്ട് എന്തെങ്കിലും രീതിയിലുള്ള മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് വീണ്ടും ചെക്ക് ചെയ്യാൻ തക്ക രീതിയിലാണ് നമ്മുടെ ഇതിൻ്റെ എക്സാം സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെയാണ്. അത് യാതൊരു സംശയവും, ഒരു ക്വാളിറ്റി കോംപ്രമൈസും ആ വിഷയത്തിലില്ല. ഓക്കെ. പിന്നെ അതേപോലെ ഇപ്പോൾ ഇൻ കേസ് ഒരു എക്സാമിനേഷൻ എഴുതി അറ്റൻഡ് ചെയ്തു ഫെയിലായാൽ നമ്മൾ പിന്നീട് അതിനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ടോ? എക്സാം എഴുതാനും പിന്നീട് റീ അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കും? തീർച്ചയായും റീ അപ്പിയറൻസ് ഉള്ള അവസരം അവർക്കുണ്ട്. ഇപ്പോൾ എല്ലാവരും സ്ത്രീകളായതുകൊണ്ട് തന്നെ ചില സമയത്ത് പ്രിപ്പറേഷൻ നടത്താൻ പറ്റാത്തതിനാലും മറ്റു പല കാര്യങ്ങൾ കൊണ്ടൊക്കെ ചിലപ്പോൾ ചില സബ്ജക്റ്റുകളൊക്കെ ബേക്കായാൽ ഉടനെ തന്നെ അവർക്ക് അതിന് റീ അപ്പിയറിനെ അപേക്ഷിച്ചുകൊണ്ട് ആ എക്സാം റീ അപ്പിയർ ചെയ്യാനുള്ള അവസരമുണ്ട്. അതേപോലെ തന്നെ റിസൾട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്താൽ തന്നെ ഒരാൾക്ക് മാർക്ക് അവരുടെ കിട്ടിയ മാർക്കിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ പോലും അവർക്ക് അതിനെ റീവാലുവേഷന് വേണ്ടി നടക്കുന്ന പോലെ തന്നെ റീവാലുവേഷന് പിന്നെ അപ്ലൈ ചെയ്തുകൊണ്ട് റീവാലുവേഷൻ നടത്താം. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിലൊക്കെ എടുക്കുകയാണെങ്കിൽ മോണ്ടിസോറി സ്കൂളുകൾ എന്ന് പറയുമ്പോൾ വളരെ റെയർ ആണ്. അപ്പോൾ ഒരുപാട് ഇപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് മോണ്ടിസോറി TTC കഴിഞ്ഞ കുട്ടികൾക്ക് മോണ്ടിസോറി സ്കൂളിൽ മാത്രമാണ് വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ? അല്ല, നമ്മുടെ ഒരു സിസ്റ്റത്തിന് ബ്ലണ്ടഡ് മോണ്ടിസോറി സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് ബ്ലണ്ടഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന മെത്തേഡും മോണ്ടിസോറി മെത്തേഡും മിക്സ് ചെയ്തിട്ടുള്ള സിലബസാണ്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് സാധാരണ ഒരു മോണ്ടിസോറി സ്കൂളിലും വർക്ക് ചെയ്യാം, അതേപോലെ തന്നെ ട്രഡീഷണൽ സ്കൂളിലും വർക്ക് ചെയ്യാം. ആ രീതിയിലുള്ള സിലബസാണ്, ബ്ലണ്ടഡ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഈ ഒരു സാലറി ഇഷ്യൂസ്, എത്രമാത്രം സാലറി ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംശയമുണ്ട്. പലരും ഇങ്ങനെ റൂമർ പറഞ്ഞെടുക്കുന്നുണ്ട്, വളരെ കുറവ് സാലറിയാണ് ഈ ഒരു കോഴ്സ് പഠിച്ചാൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് സാറിന് എന്താ പറയുക? കുറേ കാലം മുമ്പൊക്കെ ഈ മോണ്ടിസോറി പ്രീ സ്കൂൾ മോണ്ടിസോറിയിലൊക്കെ വളരെ കുറഞ്ഞ സാലറിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കഥയൊക്കെ മാറി. ഇപ്പോൾ എന്തായാലും ഒരു 15,000 രൂപയിൽ കുറഞ്ഞിട്ടുള്ളൊരു സാലറി ഒന്നും സ്കൂളുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ചിട്ട് ലേബർ നിയമങ്ങളെല്ലാം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ മിനിമം സാലറി ഇത്രയാണെന്നുള്ളത് കൊണ്ട് തന്നെ നല്ല സാലറിയാണ് സ്കൂളുകളിൽ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണെങ്കിൽ പോലും വിദേശത്തൊക്കെ ഒരു പ്രീ പ്രൈമറി ടീച്ചർക്ക് ഒരു ഗവൺമെൻറ് ജോബിൻ്റെ ഒരു VVIP പരിഗണനയാണ് കൊടുക്കുന്നത്. അവർക്ക് വണ്ടി കൊടുക്കുന്നു, വാഹന സൗകര്യം, അതേപോലെ ബീക്കൺ ലൈറ്റ് വെക്കാനുള്ള സൗകര്യം, ഇതൊക്കെ വെച്ചിട്ടുള്ള അത്രയും വലിയ നമ്മുടെ നാട്ടിലെത്തുമ്പോഴാണ് പ്രീ സ്കൂൾ ട്രെയിനേഴ്സ് അങ്ങനെയാണെന്നുള്ളത്. പക്ഷേ എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കഥ മാറി. ഇപ്പോൾ അവർക്ക് നല്ല പ്രിവിലേജാണ് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ജോലി സാധ്യതകളെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കും? ജോലി സാധ്യത ഒന്നും സംശയമില്ല. കാരണം ഒന്ന്, കേരളത്തിൽ തന്നെ എല്ലാ ജില്ലകളിലും വ്യത്യസ്ത മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ ധാരാളം പ്രീ സ്കൂളുകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ വിദേശത്താണെങ്കിലും പ്രീ സ്കൂൾ സംവിധാനം എഡ്യൂക്കേഷൻ ഇന്ന് അതിൻ്റെ പ്രസക്തി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് സ്കൂളുകളിൽ പോയി ജോലി ചെയ്യാം, സ്വന്തമായി സ്കൂൾ തുടങ്ങാം, അതേപോലെ തന്നെ ഓൺലൈൻ ടീച്ചിങ് തുടങ്ങാം. ഇപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ സ്റ്റുഡൻസ് ഒരുപാട് കഴിഞ്ഞവർ സ്വന്തമായി ഇപ്പോൾ സ്കൂൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്വന്തമായി ഓൺലൈൻ ക്ലാസ്സുകൾ, ഓൺലൈൻ പ്രീ സ്കൂൾ എന്നുള്ള രീതിയിൽ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഓൺട്രപ്രനർഷിപ്പ് സംവിധാനത്തിലേക്ക് പോലും അവർക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പൊതുവേ കംപ്ലീറ്റ്ലി റെക്കോർഡഡ് ക്ലാസ്സസ് മാത്രം കൊടുത്തിട്ടാണ് നമ്മുടെ ഈ ഒരു കോഴ്സ്
മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്? അല്ല ഒരിക്കലും അല്ല. കാരണം റെക്കോർഡഡ് ക്ലാസ്സിനോടൊപ്പം തന്നെ അവർക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഉണ്ട്, വീക്കിലി ലൈവ് ക്ലാസ്സുകളുണ്ട്. അതേപോലെ തന്നെ ഈ കോഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള എക്സ്ട്രാ ക്ലാസ്സുകൾ, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, ടൈം മാനേജ്മെൻറ്റ്, അങ്ങനെ അതേപോലെ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വ്യത്യസ്ത സ്കില്ല് മന്ത്ലി 4 ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സസ്, ലൈവ് ആയിട്ടുള്ള ഇൻട്രാക്റ്റീവ് സെഷന്. അത് കൂടാതെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വർക്ക്ഷോപ്പുകൾ നേരിട്ട്, പിന്നെ ഇതിൻ്റെ എൻട്രി ഓഫീസിൽ തന്നെയുള്ള നേരിട്ടുള്ള വർക്ക്ഷോപ്പുകൾ, ഓഫ്ലൈൻ ആയിട്ടുള്ള വർക്ക്ഷോപ്പുകൾ, വളരെ രസകരമായ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പുകളുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ വന്നിരിക്കുന്ന എൻക്വയറി പ്രകാരമുള്ള ഡൗട്ടുകളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതിനാലെ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു സെഷനുമായി നമ്മൾ വേറൊരു ദിവസം വരുന്നതായിരിക്കും. താങ്ക് യു.